ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പാഠം നമ്മള് പണ്ഡിറ്റ് KP. ഓക്കെ ഓക്കെ ഏഞ്ചലെ, പണ്ഡിറ്റ് KP കറുപ്പന്റെ എന്താണ് പ്രഭാതഗീതം എന്ന ഒരു പദ്യാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ നമ്മള് പറഞ്ഞു എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതൊക്കെ പറഞ്ഞു അല്ലെ. കാണായ ലോകങ്ങളൊക്കെ, ഈ കണ്ട ലോകങ്ങളൊക്കെ സൃഷ്ടിച്ച് കാത്ത് സൃഷ്ടിച്ചു പോകുന്ന അല്ലയോ ദൈവമേ, കാത്തരുളിടുന്ന തമ്പുരാനെ ദൈവമേ, മാമറ വീടിന്റെ മഹാവേദമാകുന്ന വീടിന്റെ മാണിക്യ ദീപമേ, എന്ത് ചെയ്യണം, മനസ്സിലേക്ക് ഊരിലുള്ളിൽ നീ മാറ്റിത്തരണമേ എന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു, ധർമ്മവും സത്യവും കാരുണ്യവുമാണ് നിന്റെ തിരുവിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു, നിർമ്മലമാകും ആ ദിവ്യസ്വരൂപം പരിശുദ്ധമാക്കി തരണം എന്ന് പറഞ്ഞു അല്ലെ. പിന്നെന്ത് പറഞ്ഞു, തെറ്റാതെ ക്രമത്തില് മുമ്പോട്ട് പോകാനും തിന്മയില്, അതായത് മോശം കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് നമ്മളെ ജീവിക്കുവാനും പ്രാപ്തനാക്കണമേ ദൈവമേ എന്ന് പറഞ്ഞു അല്ലെ. പിന്നെന്ത് പറഞ്ഞു, അതുപോലെ പാവങ്ങളായ ഞങ്ങൾ പാർക്കുന്ന ഈ പാഴ് മരുഭൂമിയില് ദൈവത്തിന്റെ കനിവലാൽ പാൽപ്പുഴ ഒഴുകട്ടെ എന്നുമാണ്, അന്ധവിശ്വാസങ്ങളൊക്കെ നീക്കി നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്നാണ് കവി ലാസ്റ്റ് ലൈനിനോടുകൂടി ആശംസിക്കുന്നത് അല്ലെ. ഓക്കെ, എന്താണ് ജോസിക്ക് ഒരു ഡൗട്ട്? എന്താണ് ജോസി, അൺമ്യൂട്ട് ചെയ്തോ? മഴയായതുകൊണ്ട് തിരിയുന്നില്ല മിസ് പറയുന്നത്, ചിലതൊന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ മക്കളെ? കുഴപ്പമില്ല. എല്ലാവർക്കും ഉണ്ടോ ബുദ്ധിമുട്ട്? കേൾക്കാതെ ഉണ്ടോ? ഇല്ല അല്ലെ. ഓക്കെ ആണല്ലേ. ക്ലിയർ ഇല്ല, ഇങ്ങനെ സ്റ്റക്കായിട്ട് ഭയങ്കര മഴയാണ് ഇവിടെ. ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ മഴയൊന്നുമില്ല. All of you take your textbook. ടെക്സ്റ്റ് ബുക്ക് എടുത്തേ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തു. നമുക്ക് അതിന്റെ ആക്ടിവിറ്റീസ് ഒന്ന് പറയാലോ. ഓക്കെ, അപ്പൊ അതില് പദങ്ങളുടെ അർത്ഥം എഴുതാൻ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട്. പദങ്ങളുടെ അർത്ഥം നോട്ട്ബുക്കിലേക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. നിങ്ങളോട് ഞാൻ എന്തോ ഒരു ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അത്? ആ കോപ്പി ബുക്കിൽ ഇത് എഴുതാൻ പറഞ്ഞില്ലേ? ഏത്? ചൂലൈനിന്റെ ഒരു ബുക്കില്ലേ നിങ്ങൾക്ക്? സ്വരാക്ഷരം. അത് എഴുതിയില്ലേ എല്ലാവരും? ക്ലാസ്സിന്റെ സമയത്ത് തന്നെ എഴുതി. അതെ, ക്ലാസ്സിന്റെ സമയത്ത് എഴുതിയാൽ പഠിക്കൂല കേട്ടോ, ക്ലാസ് കേൾക്കൂല നിങ്ങൾ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് തന്നെ ഹന്ന. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങൾ അത് ഫുള്ള് ഒരു പേജ് നിറയെ എഴുതണേ മക്കളെ. സ്വരാക്ഷരങ്ങൾ നിങ്ങൾ ഒരു പേജ് നിറയെ എഴുതി, എന്നിട്ട് അടുത്ത പേജില് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതും. ഓക്കെ, നല്ല നീറ്റ് എഴുത്തുമാവും. വ്യഞ്ജനാക്ഷരങ്ങളും ചില്ലാക്ഷരങ്ങളും. ഓക്കെ, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളുമാണ് എഴുതാൻ പറഞ്ഞത്. ഓക്കെ, ഒരു പേജില് സ്വരാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങള്, ഒരു പേജില് ഫുള്ള് വ്യഞ്ജനാക്ഷരങ്ങൾ, അങ്ങനെയാ? അങ്ങനെ എഴുതിക്കോ. എന്നാൽ നിങ്ങൾക്ക് അത് പഠിക്കുകയും ചെയ്യാം. നിങ്ങളുടെ എഴുത്തും ഇമ്പ്രൂവ്മെന്റ് നല്ല നീറ്റ് ആവും. എല്ലാം നല്ലതല്ലേ. അതിനാണ് ആ ടൂലൈൻ ബുക്ക്. ആദ്യത്തെ പേജിൽ നിങ്ങൾ സ്വരാക്ഷരങ്ങൾ എഴുതുക, രണ്ടാമത്തെ പേജിൽ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുക. ഓക്കെ, അപ്പൊ ഇപ്പൊ ശ്രദ്ധിക്കുക. ഇത് ഒരു സിംഗിൾ ലൈൻ നോട്ട്ബുക്കിലാണ് എഴുതാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അർത്ഥം, ക്വസ്റ്റ്യൻ ആൻസർ, ഇതൊക്കെ എഴുതില്ല ഒരു സിംഗിൾ ലൈൻ ബുക്ക്. നിങ്ങൾക്ക് കുറെ സിംഗിൾ ലൈൻ ബുക്ക് ഇല്ലേ, 12 ഇല്ലേ? അതിൽ നിന്ന് ഒന്നെടുക്കുക, എന്നിട്ട് ഫസ്റ്റ് പാഠത്തിന്റെ പേര് എഴുതുക, പ്രഭാതഗീതം എന്ന് എഴുതുക. എന്നിട്ട് അർത്ഥം എഴുതിയിട്ട് കാത്തരുളി ഇടുക. ഇപ്പൊ എഴുതണ്ട, നിങ്ങൾ ഇപ്പൊ ഞാൻ വായിച്ചു പോവാ, നിങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എഴുതി വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഒരു കാര്യം ചോദിക്കും. ഇപ്പം മലയാളത്തിന് വേണ്ടിയിട്ട് ഒരു 2 ലൈൻ കോപ്പി പോലത്തെ ഒരു നോട്ട്ബുക്ക് തന്നിട്ടുണ്ട്. അത് നോട്ട്ബുക്കിന് എഴുതാനുള്ളതല്ല. നിങ്ങൾ സിംഗിൾ ലൈൻ നോട്ട്ബുക്കിലാണ് മലയാളത്തിന്റെ നോട്ട് എഴുതേണ്ടത്. മറ്റേത് നിങ്ങൾക്ക് കോപ്പി. ആ 2 ലൈൻ ബുക്കിൽ നിങ്ങൾ എന്താ എഴുതേണ്ടതെന്ന് അറിയോ? അതാ ഞാൻ പറഞ്ഞത്. ആദ്യത്തെ പേജിൽ സ്വരാക്ഷരങ്ങള്, അതിന്റെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം ഓരോ ദിവസവും. നിങ്ങൾക്ക് മറ്റു കോപ്പി ബുക്കില്ലല്ലോ, അക്ഷരദീപം ബുക്കില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ റൈറ്റിംഗ് മെച്ചപ്പെടുത്താൻ വേണ്ടി തന്ന ബുക്കാ ഇത്.
ഏത് 2 ലൈൻ ബുക്ക്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പക്ഷെ മിസ് ഇപ്പം നോട്ട് തന്നിരിക്കുന്നതില് 2 2 ലൈൻ കോപ്പീസ് ഉണ്ട്. ഒരു 2 ലൈൻ കോപ്പി അതെ അത് ഒന്ന് മലയാളത്തിലും പിന്നെ ഒരെണ്ണം 4 ലൈൻ കോപ്പി ഇംഗ്ലീഷിന്. ബാക്കി മാത്സിന് ഒരു ലൈൻ ഇല്ലാത്തത്. ബാക്കി ഉള്ള എത്ര ബുക്ക് ആയിരിക്കും? ഒരു 8 ബുക്കോ ആ ബുക്ക് കണക്കിന് ലൈൻ ഇട്ട ബുക്ക്. അതെല്ലാ സബ്ജക്റ്റിനും കൂടെ കൂട്ടിയിട്ട് അങ്ങനെയുള്ളത്. അപ്പൊ അങ്ങനെയേ ഉള്ളൂ നിങ്ങൾക്ക് എക്സ്ട്രാ ബുക്ക് ഇല്ലേ? ഇല്ല. ഞാനൊരു കാര്യം പറയാം. എന്താ 3 ബുക്കാണ് വേണ്ടത്. ഓക്കെ, ആദ്യത്തെ അപ്പൊ സിംഗിൾ ലൈൻ ബുക്കിലാണ് ഇത് എഴുതേണ്ടത്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞില്ല, സിംഗിൾ ലൈൻ ബുക്കിലാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലവർക്ക് നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കാം. അപ്പൊ കാത്തരുളിയിടുക, കാത്തു പരിപാലിക്കുക, ഇവിടെ തന്നെ ഉള്ളതാണ്, നോക്കി എഴുതുക വേണ്ടത്. മാമറ മഹാവേദം, മാമറ വീട് മഹാവേദമാകുന്ന വീട്. ശർമ്മദൻ സുഖം നൽകുന്നവൻ. ദിവ്യസ്വരൂപം ദിവ്യമായ സ്വന്തം സ്വരൂപം. മുറ ക്രമം അല്ലെങ്കിൽ വേണ്ട കാര്യം. പോറ്റി പോറ്റുന്നവൻ അല്ലെങ്കിൽ ഈശ്വരൻ. ആദി തുടക്കം, അന്തം ഒടുക്കം. ശോഭിക്കും പ്രകാശിക്കും. കഴൽ പാദം, മംഗളാത്മൻ നല്ലവൻ. ദീനബന്ധു അവശന്മാർക്ക് ബന്ധുവായവനെ അല്ലെങ്കിൽ ഈശ്വര. തൈത്തന്നൽ ഇളങ്കാറ്റ്, വാച്ചിടട്ടെ ഉണ്ടാകട്ടെ. നെക്സ്റ്റ് എന്താണ്? വിപരീത പദമാണ് എഴുതാനുള്ളത്. അത് നിങ്ങൾ ടെക്സ്റ്റ് നോട്ടിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? വിപരീത പദം എന്ന് എഴുതണം. അതുപോലെ മേലെ ആദ്യത്തിലെ അർത്ഥം എന്ന് എഴുതണം. ധർമ്മം അധർമ്മം, സത്യം അസത്യം, കരുണം നിഷ്കരുണം, ജ്ഞാനി അജ്ഞാനി അല്ലെ. നെക്സ്റ്റ് മാതൃക നോക്കി പൂരിപ്പിക്കുവാനാണ്. ഒന്നാമത്തത് മാമറ. എന്താണ്? മഹാമറ ഇവിടെ ഉണ്ട്, തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ താഴെയുള്ളത് എന്ത്? മാമുനി. എന്താണ്? എഴുതിക്കോ, ടെക്സ്റ്റിൽ എഴുതിക്കോ, അവിടെ ഇല്ലല്ലോ. മഹാമുനി, മാമുനി മഹാമുനി. മാലോകർ, മഹാലോകർ. വൃത്തിയിൽ നോക്കി എഴുതിയേ. അപ്പോ മാമറ തന്നിട്ടുണ്ട്, മഹാമറ. മാമുനി മഹാമുനി. മാലോകർ മഹാലോകർ. അടുത്തത് മാബലി മഹാബലി. മനസ്സിലായില്ലേ ഏതാ എഴുതാൻ പറയുന്നത്? എന്താണ് കുഞ്ഞാറ്റേ, അർത്ഥം നോക്കുന്നുണ്ടോ? മാമരം മഹാമരം. എന്താണ് മുഹമ്മദ് ഡൗട്ട്? ഇത്രയേറെ ഡൗട്ട്. മാലോകർ മാലോകർ മഹാലോകർ. എഴുതിക്കോ. മഹാന്ന് കൂട്ടേ വേണ്ടു, അത്രേ വേണ്ടു അതിന്. അല്ല അതന്നെ എടുത്ത് എഴുതുക. കറക്റ്റ് ഹന്നെ എഴുതിയ കറക്റ്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ അഴിയുണ്ട്, രണ്ടാമത്തേത് മഹാമുനി. മാലോകർ മഹാലോകർ വയസ്സ് എഴുതിയിട്ടുണ്ട്. മാബലി മഹാബലി എഡ്വിൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എഴുതിയ കറക്റ്റ് ആണ്. എഴുതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആവണി എഴുതിയോ? ആവണി മഹാമരം. ആവണി എഴുതിയോ മോളെ? എഴുതിയില്ലേ? എഴുതിക്കോ കേട്ടോ. അടുത്ത പിരിച്ചെഴുതുകയാണ്. എന്നാ എഴുതിക്കോ. ആദ്യത്തെ ഇത് മാമുനി എന്നില്ല, രണ്ടാമത്തത് മഹാമുനി. മഹാന്ന് എഴുതിയേ വേണ്ടു. മഹാമറ എന്ന് എഴുതിയ മഹാന്നില്ല അവിടെ യോജിപ്പിച്ച കൂട്ടിയാൽ മതി തൊട്ട് മുന്നില്. പിന്നെ അതന്നെ എടുത്ത് എഴുതിയാൽ മതി. മാമരം മഹാമരം മഹാമരം എഴുതണേ, ടെക്സ്റ്റിൽ എഴുതണേ. നെക്സ്റ്റ് ഇതൊന്നും നോട്ടിലേക്ക് എഴുതിയിട്ടും കുഴപ്പമില്ല. നിങ്ങൾ ഏത് വിപരീത പദമില്ല അതുവരെ എഴുതണം. പിന്നെ ഇതും കൂടെ എഴുതിക്കോ, മാതൃക നോക്കി പൂരിപ്പിക്കുകയും പിന്നെ പിരിച്ചെഴുതി. മാലോകർ മഹാലോകർ. ഓക്കെ, നെക്സ്റ്റ് പിരിച്ചെഴുതുക. കാത്തരുളിയിടുക, കാത്ത് പ്ലസ് അരുളിയിടുക അവിടെ ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ നോട്ടിലേക്ക് പകർത്തി എഴുതണേ മക്കളെ.
കൂരിരുൾ, കൂര് പ്ലസ് ഇരുൾ, പ്ലസ് ഇടണേ, കൂട്ടണം, അധികം എന്നുള്ള ചിഹ്നം ഇടണം, പ്ലസ് കൂട്ടണം. കൂരിരുൾ, കൂര് അധികം ഇരുൾ. തൈ തെന്നൽ, തൈ അധികം തെന്നൽ, തൈ തെന്നൽ അവിടെ ഇല്ല, അതുകൊണ്ട് പ്ലസ് ഇട്ട് വെക്കണം. ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം എന്നാണ്. എന്ത്? പോറ്റി നീ നൽവരം നൽകിടേണം എന്ന പ്രാർത്ഥനയിൽ എന്തെല്ലാമാണ് നൽവരമായി ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിന്റെ ആൻസർ? ആർക്കറിയാം? ആർക്കറിയാം അതിന്റെ ആൻസർ പറയാൻ? ഏതിന്റെ? പോറ്റി നീ നൽവരം നൽകിടേണം, ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്നറിയോ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോറ്റി നീ നൽവരം നൽകിടണം എന്ന പ്രാർത്ഥനയെ കവി എന്തെല്ലാമാണ് നൽവരമായി ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ശ്രദ്ധിക്കണം. തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെ മുറ പോലെ നടത്തി തിന്മയിൽ നിന്നും മാറ്റി നിർത്തി, ഞാൻ കുറെ പ്രാവശ്യം ക്ലാസ്സിലൊക്കെ പറഞ്ഞാണ്, തിന്മയിൽ നിന്നും മാറ്റി നിർത്തി മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണേ എന്നാണ് പോറ്റി നീ നൽവരം നൽകിടണം എന്നതിലൂടെ, അല്ലെ? പോറ്റി നീ നൽവരം നൽകിടണം എന്ന പ്രാർത്ഥനയിൽ നൽവരമായി ഉദ്ദേശിക്കുന്നത്. അതാണ് അതിന്റെ ആൻസർ. എന്ത്? പോറ്റി നീ നൽവരം നൽകിടണം എന്ന പ്രാർത്ഥനയിൽ എന്തെല്ലാമാണ് നൽവരമായി ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ? തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെ മുറ പോലെ നടത്തി തിന്മയിൽ നിന്നും മാറ്റി നിർത്തി മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണേ എന്നാണ് പോറ്റി നീ നൽവരം നൽകിടണം എന്ന പ്രാർത്ഥനയില് നൽവരമായി കവി ഉദ്ദേശിക്കുന്നത്. അല്ലെ? നല്ല കാര്യങ്ങളല്ല, തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല മക്കളായി നടത്തണമെന്നില്ല. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദൈവത്തിന്റെ കനിവാൽ എന്തെല്ലാം ഉണ്ടാകണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത്. എന്താണ് അതിന്റെ ആൻസർ? ആർക്ക് പറയാൻ പറ്റും? ഹന്ന പറയാൻ പറ്റുമോ? അതാണ്. എന്താണെന്നറിയോ? പാവങ്ങളായ ഞങ്ങൾ പാർക്കുന്ന ഈ പാഴ്മരുഭൂമിയിൽ ദൈവത്തിന്റെ കനിവിനാൽ എന്തൊക്കെ? പാൽപ്പുഴ ഒഴുകുകയും അതുവഴി സ്വാതന്ത്ര്യത്തിന്റെ ഇളം തെന്നൽ വീശുകയും അന്ധമായ വിശ്വാസങ്ങൾ നീക്കി എന്ത് ചെയ്യണം? എങ്ങും കാന്തിയും ശാന്തിയും ഉണ്ടാകട്ടെ എന്നുമാണ് കവി ആഗ്രഹിക്കുന്നത്. അല്ലെ? അതാണ് അതിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ. രണ്ടാമത്തെ 2 ക്വസ്റ്റ്യൻ ആൻസറേ അതിലുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? റിവൈസ് നേരെ ഇരുന്നേ. 2 ക്വസ്റ്റ്യൻ ആൻസറേ അതിലുള്ളൂ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? പഠിക്കണം. ഞാൻ ഇന്ന് തന്നെ അതിന്റെ ആൻസർ തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു പാഠം നമ്മുടെ ഫിനിഷായി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു പാഠം കംപ്ലീറ്റ് പഠിക്കണം. അതിന്റെ ടെസ്റ്റ് അടുത്ത ആഴ്ച തന്നെ ഉണ്ടാവും. ഈ ഒരു പാഠത്തിന്റെ ക്ലാസ് ടെസ്റ്റ് അടുത്ത ആഴ്ച ഉണ്ടാവും. അപ്പൊ അപ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലതുപോലെ പഠിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി കേട്ടോ. വെറുതെ ഒപ്പിക്കൽസ് ആക്കണ്ട, പഠിക്കുക. അന്നു തന്നെ പഠിക്കുക കേട്ടോ. ഈ അടുത്ത ആഴ്ചയില് ഇനി ഒരു ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ മിസ് പറഞ്ഞില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴേ പറഞ്ഞത്. ഇന്ന് ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? പാവങ്ങളായ ഞങ്ങൾ പാർക്കുന്ന ഈ പാഴ്മരുഭൂമിയിൽ ദൈവത്തിന്റെ കനിവാൽ എന്ത്? പാൽപ്പുഴ ഒഴുകുകയും അതുവഴി സ്വാതന്ത്ര്യത്തിന്റെ ഇളം തെന്നൽ വീശുകയും അന്ധമായ വിശ്വാസങ്ങൾ നീക്കി എങ്ങും കാന്തിയും ശാന്തിയും പരക്കട്ടെ എന്നുമാണ് കവി ആഗ്രഹിക്കുന്നത്. ഓക്കെ അല്ലേ? പിന്നെ അനുബന്ധ പ്രവർത്തനങ്ങളുണ്ട്. 2 ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളൂ ഈ പാഠത്തിന്. ഇനി അനുബന്ധ ക്വസ്റ്റ്യൻ നോക്കി എന്താണ്? എന്താ പറയുന്ന നോക്കാല. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ ഗാനം ചൊല്ലുക. നിങ്ങൾക്കറിയാലോ പ്രാർത്ഥനാ ഗാനം? അറിയോ? ഏതെങ്കിലും അറിയോ? പിന്നെന്താ പറഞ്ഞ? ഈശ്വരനോടുള്ള നിങ്ങളുടെ ഒരു പ്രാർത്ഥന കവിതാ രൂപത്തിലാക്കുക. അല്ലെ? നിങ്ങൾക്ക് ഈശ്വരനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ആർക്ക് പറ്റുമോ അത്? ഈശ്വരനോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. അതൊരു കവിതാ രൂപത്തിലാക്കുക. ആരൊക്കെയാണ് ഈ ക്ലാസ്സിൽ കവിയും കവയിത്രിയും ഒക്കെ ആകുന്നത് നോക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ തരുന്ന വർക്ക് എന്താണ്? റിവൈസ് ഇവിടെ പണിയെടുക്കുന്നത് എന്തിനെ കൊണ്ടാണ് സംഭവം നടക്കുന്നത്? ഒരിക്കൽ എഡ്വിൻ ചെയ്തു, ഇപ്പൊ അടുത്ത റിവൈസ് ആയി. ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരെയും. എഡ്വിനല്ല റിവൈസും മുഹമ്മദും ആണ്. ഓക്കെ എഡ്വിൻ അല്ല, റിവൈസും മുഹമ്മദ്. എഡ്വിനും ഉണ്ടായിരുന്നോ? ഓക്കെ. നിങ്ങൾ വേണ്ടാത്ത പണി ക്ലാസ് ടൈമിൽ എടുത്താൽ ഞാൻ അവിടെ വന്ന് തല്ലും. ഇതിന്റെ കാര്യം വന്നേക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്കറിയാവുന്ന എന്താണ്? ഒരു പ്രാർത്ഥനാ ഗാനം ചൊല്ലല് മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് തരുന്ന വർക്ക് എന്താണ്? ഈശ്വരനോടുള്ള നിങ്ങളുടെ ഒരു പ്രാർത്ഥന
കവിതാ രൂപത്തില് ആക്കുക. എന്ത് ചെയ്യുക? ആരൊക്കെ ഉണ്ട് നോക്കട്ടെ. ഇവിടെ കവിയും കവയിത്രിയും ഭാവിയിലെ അല്ലെ, ഭാവിയിലെ വലിയ വലിയ കവയിത്രിയും കവിയിലെ ആരൊക്കെ ഉണ്ട് നോക്കട്ടെ ഞാൻ. നിങ്ങൾക്ക് എത്ര മാത്രം കഴിവുണ്ടെന്ന്. പറ്റുമോ ആദിത്യ? പറ്റില്ലേടാ? അങ്ങോട്ട് ഇങ്ങനെ നോക്കുകയാണ്, എന്താ ചെയ്യേണ്ടത് മിസ് പറയുന്നത്. ഒരു കവിത എഴുതി നോക്കിക്കൂടെ? നിങ്ങൾക്ക് എന്തെല്ലാം കാര്യം. ദൈവമേ എനിക്ക് പിന്നെ എന്താണ് പഠിക്കാൻ പറ്റണേ, എന്നെ കാത്തുരക്ഷിക്കണേ, അതല്ല ഒരു കവിതയാക്കാൻ അല്ലെ. എനിക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റണം, അതെല്ലാം വെച്ചിട്ടൊരു കവിത എഴുതി നോക്കിയ നിങ്ങള്. നിങ്ങൾക്ക് ദൈവത്തിനോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാണ്ടാവും, അതൊരു കവിത പോലെ എഴുതി ഒന്ന് നോക്കിയേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പാഠം പറ്റും നോക്ക്. പിന്നെ ശ്രദ്ധിക്ക്, ഇവിടെ ശ്രദ്ധിക്ക്. ഈ ഒരു പാഠം, അതായത് പ്രഭാത ഗീതം എന്ന പാഠം കഴിഞ്ഞു. അപ്പോ ഷഹാനക്ക് കേൾക്കുന്നില്ലേ? ഷഹാന ഉണ്ട് അല്ലെ, നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ ആ പാഠത്തിന്റെ ടെസ്റ്റ് ഉണ്ടാവുമെന്ന് മിസ് പറഞ്ഞു. അപ്പൊ എല്ലാ മക്കളും പഠിക്കണം. ഇന്ന് തന്നെ ഈ അർത്ഥം, ഓപ്പോസിറ്റ് വേർഡ്, പിന്നെന്താ മാതൃക നോക്കി പൂരിപ്പിക്കുക, പിരിച്ചെഴുതുക. ഇത്രയും നോട്ടിലേക്ക് എടുത്ത് എഴുതിയിട്ട് മിസ്സിന് എന്റെ നമ്പറിലേക്ക്, പേഴ്സണൽ നമ്പറിലേക്ക് നിങ്ങൾ എഴുതി എന്റെ ഫോട്ടോ ഇട്ടാൽ ഓക്കെ അല്ലേ? അതുപോലെ 2 ലൈൻ ബുക്കിൽ കാക്ക കാക്കങ്ങ, അതായത് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതണം കേട്ടോ. ഷിസ ഫാത്തിമ. ഓക്കെ. അപ്പൊ എല്ലാ മക്കളും നല്ല മക്കളായിരിക്കുക. ഇങ്ങനെ ഓരോ കോപ്രായങ്ങളൊന്നും ക്ലാസ്സിന്റെ ഇടയിൽ കളിക്കരുത് കേട്ടോ. നല്ല മക്കളായിരുന്ന് ക്ലാസ് കാണുക. അപ്പൊ ഈ പാഠം ഫിനിഷ് ആയിട്ടുണ്ട്, ഫസ്റ്റ് പാഠം. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവുന്നതാണ്. ഓക്കെ അല്ലേ? ഈ ക്ലാസ് ഇപ്പം കഴിയാറാവും. ഇനി മുതൽ നിങ്ങൾ നേരത്തെ കയറി. ഇത്ര പെട്ടെന്നല്ല, അതിന്റെ ഇടയിൽ നിങ്ങൾ കുറെ സംസാരിച്ചോണ്ടായിന്ന്. ഓക്കെ ഇല്ല എന്നിട്ട് കേക്കേ, പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളത് പഠിക്കണം കേട്ടോ. എന്നാ ആരാ ഒന്നും വായിക്കുന്നേ? വായിക്കാത്തവരാരായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്? വായിക്കാത്തവര് ആരോ എന്നോട് തുടങ്ങിയ സമയത്ത് പറഞ്ഞല്ലോ, മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ വായിപ്പിച്ചില്ല. ആദിത്യനാണോ? ആദിത്യനാണോ വായിക്കണമെന്ന് പറഞ്ഞേ? ആരോ എന്നോട് പറഞ്ഞല്ലോ. റുവൈസ അല്ല, എഡ്വിന. ഏഞ്ചൽ. ഓക്കെ, ഏഞ്ചൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. ഏഞ്ചലെ വായിച്ചോ. ആ കാണായ ലോകങ്ങളൊക്കെ എന്നില്ല പാട്ട് ഒന്ന് പാടി, നല്ല നീറ്റിൽ പാടിയേ. പാഠം 1 പ്രഭാത ഗീതം. കാണായ ലോകങ്ങളൊക്കെയും സൃഷ്ടിച്ച് കാത്തരുളിടുന്ന തമ്പുരാനെ, മാമറ വീടിന്റെ മാണിക്യ ദീപമേ, മാനസക്കൂരിരുൾ മായ്ക്കുക നീ, ധർമ്മവും സത്യവും കാരുണ്യവുമല്ലോ സർമ്മത നിന്തൊരു വിഗ്രഹങ്ങൾ, നിർമ്മലമാകും ദിവ്യ സ്വരൂപങ്ങൾ ഉണ്ടാക വേണമെന്നും, തെറ്റാതെ എന്മുറ നോക്കാനും തിന്മയിൽ പറ്റാതെ മാനസം നിൽക്കുവാനും, മറ്റാരെ കൂടവേ സ്നേഹിച്ചു കൊള്ളുവാനും പോറ്റി നീ നൽവരം നൽകിയിടണം. ആദ്യ മന്ദവുമില്ലാതെ ഏതിലും ആകാശം പോലവേ ചേർന്നിണങ്ങി മങ്ങാതെ എങ്ങുമേ ശോഭിക്കും ദൈവമേ, മംഗളം മംഗളം മംഗളാത്മവൻ ചൊല്ലുന്ന നിൻകഴൽ ഞാനിതാ കൂപ്പുന്നു. ദീനബന്ധോ പാവങ്ങൾ പാർക്കുന്നപ്പോൾ മേൽ പാൽപ്പുഴയോടട്ടെ നിൻ കനിവാൽ, ആ വഴി സ്വാതന്ത്ര്യത്തൈത്തിന്നൽ വീശട്ടെ ദൈവമേ നിന്റെ തിരുമനസ്സാൽ, അന്തമാം വിശ്വാസമെങ്ങുന്നു നീങ്ങട്ടെ, കാന്തിയും ശാന്തിയും വാച്ചിടട്ടെ. പണ്ഡിറ്റ് കറുപ്പന്റെ സമ്പൂർണ്ണ കൃതികൾ. പണ്ഡിറ്റ് KP കറുപ്പൻ. ഓക്കെ, അപ്പോ കുറെ പേര് കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ആരൊക്കെയാ വായിക്കാത്തെ?